അല്ല അതൊക്കെ ഇന്നത്തെ വീഡിയോ കേട്ടാ. ഇന്നത്തെ വീഡിയോ എന്നിട്ടാ പറയും വേറെ ഒന്നുമില്ല, നമ്മുടെ പോത്തുകൂട്ടന്മാർക്ക് കുറച്ച് കൊള്ളിയിട്ടുണ്ട്, അത് വെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പോത്തുകൂട്ടന്മാരൊക്കെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് പോത്തൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ കേട്ടോ. നല്ല രീതിയിൽ സപ്പോർട്ട് വേണം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ 2 ആഴ്ചത്തോളം മുകളിലായി ഞാൻ വീഡിയോസ് ഇട്ടിട്ട്. വേറെ ഒന്നല്ല, എനിക്ക് യൂട്യൂബ് വീഡിയോസ് ചെയ്യുമ്പോൾ കുറേ എന്തോ എനിക്കൊന്നും അങ്ങോട്ട് ഇതാവും, ശരിക്കും തലയ്ക്കൊക്കെ പ്രാന്ത് പിടിച്ചു തുടങ്ങി സത്യം പറയാമല്ലോ. അപ്പോൾ നമ്മൾ ഒന്നിന്ന് പിടിക്കണം. ഇനി അതുപോലെ തന്നെ ഒരു നല്ലൊരു ഫോണൊക്കെ എടുക്കണം. ഞാൻ കുറേ നാളായി പറയുന്നു പുതിയ ഫോണൊക്കെ എടുക്കണം. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഫോണൊക്കെ എടുക്കാത്ത. എന്തായാലും എടുക്കും, ഒരു നല്ലൊരു ഫോണൊക്കെ എടുക്കും എന്തായാലും. അത് കിടു ഫോറസ്റ്റ് വീഡിയോകൾ എന്തായാലും കിണ്ണങ്ങാച്ച സാധനങ്ങൾ വരും കേട്ടോ. അപ്പോൾ ഇന്ന് ദേട്ടാ നമുക്ക് നല്ല കൊള്ളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെട്ടി നമ്മുടെ പോത്തുകൂട്ടപ്പന്മാർ കൊടുക്കാം. ഓക്കെ ബായോ പേടയ്ക്കാം ഏട്ടാ. ഇങ്ങനെയാണ് നമ്മൾ വെട്ടണത്. എന്നത്തെ പോലെ തന്നെ ഇങ്ങനെ തന്നെ വെട്ടാം. അതിലൊരു മാറ്റില്ല കേട്ടാ. കൊള്ളി കേട്ടാ ചെറുതാക്കി മുറിക്കാൻ മതി. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ചോദിച്ചോട്ടെ, കൊള്ളി പോത്തിന് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ എൻ്റെ ഒരു കാഴ്ചപ്പാട്, നമ്മൾ ഈ കൊള്ളി ചിലയിടത്ത് കപ്പ, നമ്മളവിടെ കൊള്ളി എന്നൊക്കെ പറയും. ഇത് പോത്തിന് കൊടുക്കുന്നത് നല്ലതാണോ പൊട്ടയാണോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടാ. കുറേ ആൾക്കാർ പറയുന്നുണ്ട് പൊട്ടയാണ് അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കൊടുക്കാറുണ്ട്, ഇതുമായിട്ട് ഇങ്ങനെ കുഴപ്പമൊന്നും ദൈവം സഹിച്ച് കിട്ടിയിട്ടില്ല. നിങ്ങളൊന്ന് അഭിപ്രായം പറയും. ഓക്കെ ഞാൻ പരിപാക്കണം കേട്ടാ. കേട്ടാ നമ്മൾ 2 ട്രേ എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. ട്രേ നിറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇന്നും ഈ തീറ്റ കൊടുക്കണം. ഇതിലിഞ്ഞ് കൈത്തീറ്റ ഇടണം. ഇത് വേറെ ഒന്നുമല്ല, നേന്ത്രപ്പഴത്തിൻ്റെ വേസ്റ്റും മത്തങ്ങയാണ് കേട്ടോ. ഇത് കുറച്ചിട്ടിട്ട് ചാക്ക് തീറ്റ ഇട്ട് കൊടുക്കുക. തീറ്റ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 ധാന്യങ്ങളും പഴവും മത്തങ്ങയുടെ വേസ്റ്റും കൂടിയിട്ട് ചെറിയത് ഇതിൽ കഞ്ഞവെള്ളം വെച്ചിട്ട് കൊടുക്കുക. പോത്തിനരിക്കാൻ പോകണ്ട, പോത്തിനരിക്കാൻ പോകണം ഇത്തിരി ദൂരെ പോകണം. അപ്പോൾ പുല്ല് ഗംഭീര പുല്ലുള്ള സ്ഥലമാണ്, അതുപോലെ പാമ്പുണ്ട്, ശ്രദ്ധിച്ചിട്ട് പോകണം. അപ്പോൾ പോത്തിനെ വെച്ചിട്ട് നമുക്ക് കൊണ്ടുപോയി തീറ്റ കൊടുക്കട്ടെ കേട്ടോ. ഞാൻ വരണ കണ്ടിട്ടില്ലേ, ഒന്ന് വിളിച്ചോക്കാം കുഞ്ഞേ. കണ്ട് നമ്മുടെ പുല്ലുള്ള സ്ഥലട്ടാ. ഇവനെ ഞാൻ അയച്ചിടും, രാവിലെ തൊട്ട് തന്നെ അയച്ചിടും. ഇപ്പം നടന്നു പോയി എവിടേക്കെങ്കിലൊക്കെ പോയി തിന്നട്ടെ. ഇനി ഇത്തിരി വയ്യാണ്ടിരുന്നാവും, ഉഷാറായി വരണല്ലോ. കഴിച്ചാ എല്ലാം കഴിച്ചാ? കഴിച്ചാ? എന്നിട്ട് എൻ്റെ കൈ കഴിക്കാനാ സ്നേഹാട്ടാള്. എന്താ കൊള്ളീര മണം കിട്ടിയിട്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. ചിരിച്ചേ ആളിത് ഞരത്തൻ്റെ അടിയുണ്ട്. ഇതൊക്കെ എടുക്കാം. 2 പേരും കേട്ടാ. ഒന്നാണ് ഇതെന്നാണ് പുല്ലുള്ള സ്ഥലട്ടാ. പുല്ല് ഇഞ്ഞ് കണ്ടമാനം പുല്ലുണ്ട്. ഇവിടെ തന്നെ കെട്ടാറ്. അവനെ അയച്ചിടും, അവനെ തന്നെ കെട്ടിയിടും. ജീവിതത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മുടെ പോത്ത് കണ്ട അതിലൊരുത്തൻ ബാക്കിലുണ്ട്. പനി കഴിയുക, പോത്തിനെ നോക്കുക, അതിനെ കളിക്കുക, ജിമ്മിന് പോവുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കേട്ടോ. ഒരു പ്രത്യേക സന്തോഷമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നമ്മുടെ പിള്ളേറ്റങ്ങൾ, പുതിയ വളർന്നു തന്നെ പിള്ളേറ്റങ്ങൾ അച്ഛനമ്മളൊക്കെ പറഞ്ഞ് 2 പോത്തിനെ ആടിനൊക്കെ വാങ്ങിച്ച് വളർത്ത് തകർക്കട്ടെ അങ്ങോട്ട്. പോത്തിനെ കിട്ടിയിട്ട് വേണം വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കയ്യും കാലും ധരിക്കും. വേറെ ഒന്നുമില്ല, കള്ളു കുടിക്കാനൊന്നുമല്ല കേട്ടോ, നമുക്ക് ഫുട്ബോൾ കളിക്കണം, അതിൻ്റെ പ്രാന്തുള്ളതാണ്. അപ്പോൾ പോത്തിനെ കിട്ടിയിട്ട് വേണം കളിക്കാൻ പോണേ. അപ്പോൾ വേഗം കൊണ്ടുപോയി കെട്ടി തീറ്റ കൊടുത്ത് വേഗം പടയ്ക്കും. വേഗം കളിക്കാൻ പോകണം. അപ്പോൾ ഒരു ചിന്തയുള്ള ആളാണ് കേട്ടാ. പോത്തതേ അവിടെ നിൽക്കുന്നുണ്ട്. കാറിൽ പോയി വരക്കല്ലേ, ഫുള്ള് ഉറപ്പായി കാരണം ഏർത്തതേ 8 മാസമായിട്ട് എടുത്തിട്ട് കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ എടുത്തതാ. നിങ്ങളൊന്ന് അഭിപ്രായം പറയും എങ്ങനെയുണ്ടെന്ന്. ഒന്നുവേ അതുപോലെ തന്നെ ഒന്നുവേ അങ്ങനെ ഇത്തിരി ക്ഷീണമായിരുന്നു. അപ്പോൾ അത് ശരിയായി വരണം. അഭിപ്രായം പറയണ്ട പോത്ത് എങ്ങനെയുണ്ടെന്ന്. 8 മാസം പ്രായമായി ഒരുത്തനും. ഒരുത്തൻ്റെ കൈ തീറ്റ കൊടുക്കണം. ഇനി അടുത്തന്നെ കൊടുക്കാൻ പോകണം. തീറ്റയ്ക്ക് വേണ്ടി ഇങ്ങനെ ആക്രാന്ത കാണിക്കട്ടോ. ഇട്ടിക്കുന്നു തരാം ഇടാ. അതേ പോത്തിന് തീറ്റ കൊടുത്തു നോക്കിയാൽ ഇതേ കളിക്കാൻ പോകണം. വേറെ രക്ഷയില്ല. കളി തുടങ്ങാൻ സമയമായി. ഇനി കളിക്കാൻ പോകണം. അപ്പോൾ പോത്തിന് തീറ്റ കൊടുത്ത്
ഇപ്പം ഞാൻ നമ്മുടെ കൊള്ളിയൊക്കെ എടുക്കുന്നുണ്ട്, വന്നിട്ട് കൊടുക്കണം. ഇത്രയുള്ള വീഡിയോ സപ്പോർട്ട് ചെയ്യാട്ടാ, മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയ്ക്ക് മുന്നേ ബൈ.